ഇന്നൊരു അടിപൊളി കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ. യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഒരു റെസിപ്പി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക്കും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇതായി മീനുമേ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് പിടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മീൻ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, നന്നായി ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് സവാളയും പച്ചമുളകും കൂടിയിട്ട് നന്നായി വഴറ്റാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എണ്ണ തെളിയുന്ന വരെ അത് വഴറ്റാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച മീനും ആഡ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ മീനിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് ഈ വാഴയിലിട്ട് വാട്ടി മീൻ അതിലേക്ക് വെച്ചിട്ട് മസാലയൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ നന്നായി ആഡ് ചെയ്യാം. എന്നിട്ട് 2 മീനും സെറ്റാക്കണം, അങ്ങനെ വാഴയിലയിൽ വെച്ചിട്ട്. അങ്ങനെ ആ മീനിൻ്റെ മുകളിലൊക്കെ മസാലയൊക്കെ ആക്കിയിട്ട് മീനിൻ്റെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വാഴയില ഇങ്ങനെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമ്മളിനി ഇത് ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കണം. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്, അപ്പം അത് മറച്ചിട്ടിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നോക്കട്ടെ. വാവ്, നൈസായിട്ടുണ്ട് കാണാൻ. ഇനി കഴിച്ച് നോക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ബൈ.